ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നും 2 AK-47 തോക്കുകളും 350 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്ത് ജമ്മു കാശ്മീർ പോലീസ്. ശ്രീനഗറിൽ ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ച് പോസ്റ്ററുകൾ പതിച്ചെന്നാരോപിച്ച് ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ നിന്ന് ഒരു കാശ്മീരി ഡോക്ടറെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഈ നടപടി. അനന്ത്നാഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജിലെ അധ്യാപകനായ ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തറിന്റെ ലോക്കറിൽ നിന്നും ഒരു AK-47 തോക്ക് കണ്ടെടുത്തിരുന്നു. അറസ്റ്റിലായ ഡോക്ടർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫരീദാബാദിൽ നിന്നും സ്ഫോടക വസ്തുക്കളും AK-47 തോക്കും മറ്റ് വെടിക്കോപ്പുകളും ജമ്മു കാശ്മീർ പോലീസ് കണ്ടെടുത്തത് എന്നാണ് വിവരം. ഡോക്ടർ അദീലിന്റെ അറസ്റ്റ് അധികൃതരെ മറ്റൊരു ഡോക്ടറിലേക്ക് എത്തിക്കുകയും തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും മുജാഹിൽ ഷെക്കിൽ എന്ന് തിരിച്ചറിഞ്ഞ മറ്റൊരു ഡോക്ടറുടെ പക്കലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഇയാൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ഈ കണ്ടെത്തലുകൾ അന്വേഷണത്തിലിരിക്കുന്ന ഒരു വലിയ ശൃംഖലയിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ആയുധങ്ങളുടെയും സ്ഫോടക വസ്തുക്കളുടെയും ഉറവിടം യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്താൻ സുരക്ഷാ ഏജൻസികൾ ശ്രമിച്ചു വരികയാണ്. ജമ്മു കാശ്മീർ, ഹരിയാന പോലീസ് സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും കണ്ടെടുത്തത്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല. ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ, സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം.